ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കങ്ങനെ ഒരുപാടൊന്നും കെയർ ചെയ്യാതെ ഒരുപാട് കഷ്ടപ്പെടാതെയൊക്കെ എളുപ്പത്തിൽ വളർത്തിയെടുത്ത് നല്ല നല്ല കളറുകളിൽ പൂവിരിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സെലോഷ്യ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മുടെ ചീരയുടെ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണിത്. ഇതിൽ തന്നെ ഇലകളുടെ ഒരു വ്യത്യാസത്തിലുള്ള ചെടികളുണ്ട്, പൂക്കളുടെ സ്ട്രക്ചറിലുള്ള വ്യത്യാസത്തിൽ വെറൈറ്റികളുണ്ട്, അതുപോലെ പൊക്കത്തിൽ വ്യത്യാസത്തിലുള്ള വെറൈറ്റികളുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ചെടികളുണ്ട് ഇതിൽ. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെടി എന്ന് പറയുന്നത് നല്ല പൊക്കത്തിൽ വളരുന്നതും നല്ല വലിയ പൂവിടുന്നതായിട്ടുള്ള ഒരു ചെടിയായിരുന്നു. അങ്ങനെ മടങ്ങി മടങ്ങിയാണ് അതിൻ്റെ പൂവിരിക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിത്തൊന്നും എടുത്തു വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അത് വിത്ത് അങ്ങനെ ഉണങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പോയിട്ട് വിത്തടർത്തി ആ ചട്ടി തന്നെയോ അല്ലെങ്കിൽ മണ്ണിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാലും ആ സമയമാകുമ്പോൾ പിന്നെ അത് മുളച്ചു വന്ന് പിന്നെയും പൂവിടും. അങ്ങനെയായിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ചെടി, പക്ഷെ ഇപ്പൊ അത് ഇല്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ചെടികൾ, ഈ ചെടി എന്ന് പറയുന്നത് ഒരു ഇടത്തരം പൊക്കത്തിലാണ് ഈ ചെടിയുള്ളത്. ഇതിലും പൊക്കം കുറഞ്ഞ ചെടിയുണ്ട്, അതായത് നന്നായിട്ട് പൊക്കം കുറഞ്ഞ ചെടിയാണ് ഇതിന്റെ വേറൊരു ടൈപ്പ് ഉള്ളത്. അപ്പൊ ആ ചെടി എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തിക്കായിട്ടുള്ള ഒരു പൂവ് അല്ല, ഒരു എന്താ പറയാ അധികം വണ്ണത്തിലൊന്നും ഇല്ലാത്തൊരു പൂവാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പൊ ആ ചെടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊക്കം കുറഞ്ഞ ആ ചെടിയിൽ ഇതുപോലെ ഇതിലും കുറച്ചുകൂടി നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ടാണ് അതിന്റെ പൂവ് ഉള്ളത്. പക്ഷെ ഞാൻ ആ ചെടി വാങ്ങിച്ചില്ല. ഞാൻ ഈ ചെടി വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതില് വിത്തുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വിത്തുകൾ നമുക്ക് എടുത്തിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിന്റെ തൈകൾ ഈ വിത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിത്തുകളൊക്കെ വാങ്ങിക്കാനും കിട്ടും ഇതിന്റെ. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് എളുപ്പത്തിൽ വളർത്താമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് അങ്ങനെ ഒരുപാട് കെയർ വളങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ വളങ്ങളാണ് കൂടുതൽ ഈ ചെടിക്ക് ഇഷ്ടം. അപ്പൊ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാം. നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നന്നായിട്ട് ചാണകപ്പൊടിയും അതുപോലെ കൊക്കോപീറ്റും മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടിയെ നടാവുന്നതാണ്. കൊക്കോപീറ്റ് മണ്ണിൽ മിക്സ് ചെയ്യുന്നത് കുറച്ചൊരു നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഈർപ്പം ചട്ടിയിൽ നിൽക്കുന്നത് ചെടിക്ക് ഇഷ്ടമല്ല, അത് ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഈർപ്പം നിൽക്കുന്ന രീതിയിലുള്ള മണ്ണ് വേണ്ട, കുറച്ചൊരു ഈർപ്പം നിൽക്കുകയും നന്നായിട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു മണ്ണിൽ നമുക്ക് ഈ ചെടിയെ നടാം. നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് വെക്കാം. നന്നായിട്ട് വേനൽക്കാലം ആകുമ്പോഴും നമുക്ക് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വെയിലത്ത് ഇരുന്നോളൂ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ചെടി മണ്ണിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നല്ല നല്ല ബ്രാഞ്ചസ് ആയിട്ട് വരികയും കുറച്ചുകൂടി തിക്കായിട്ട് പൂക്കൾ വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മണ്ണിൽ വളർത്താന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന ഒരു ചെടിയാണിത്. ഇപ്പൊ ഞാനിതിനെ ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് ആ ചട്ടിയിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറച്ച് കമ്പോസ്റ്റ് ഒക്കെ ഇട്ടുകൊടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇതിന്റെ ചട്ടി മാറ്റണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാം. അപ്പൊ ഇതിന്റെ വിത്തുകൾ ഇതിന്റെ ചെടിയിൽ പൂക്കൾ തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ വിത്തുകൾ എടുത്ത് ഒന്ന് ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വിത്തുകൾ അടുത്ത വർഷത്തേക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇങ്ങനെ ഇതിനിങ്ങനെ രണ്ട് സൈഡിലും നല്ല ഈ ചെടിയിൽ വരുന്നിടത്തൊക്കെ പൂക്കളാണ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പഴയതായി തുടങ്ങുന്ന പൂക്കള് ഈ നടുക്കുള്ള പൂവ് ഇങ്ങനെ പഴയതായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ അങ്ങനെ പഴയതാവുന്ന പൂക്കള് ഇനിയിപ്പോ വിത്ത് നമുക്കറിയാലോ, വിത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് വിത്ത് എടുക്കുന്നത് ആ ചെടിയുടെ ഒരു അവസാനമായി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അതിന്റെ വിത്തുകൾ എടുത്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വിത്തായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിനെ കട്ട് ചെയ്ത് എടുത്ത് അതിനെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. പിന്നെ നനയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നല്ല വേനൽക്കാലം വരുമ്പോൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക. മഴക്കാലം ആകുമ്പോഴാണ് ഈ ചെടി നശിച്ചു പോകാനുള്ളൊരു സാധ്യത കാണുന്നത്. അപ്പൊ ആ സമയമൊക്കെ ആവുന്നതിന് മുമ്പ് അതിന്റെ വിത്തെടുത്ത് വെക്കാനും ഓർത്ത് വെക്കുക, വിത്തെടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. പിന്നെ ഇതില് കീടശല്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കീടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണിത്. പിന്നെ പുഴു കയറി അതിന്റെ ഇലകളൊക്കെ തിന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പൈഡർ മൈറ്റ്സ് വന്ന് ചെടി നശിച്ചു പോവാതെ അതും നമ്മൾ ഒന്ന് നോക്കുക. നമുക്ക് നീം ഓയിലോ അല്ലെങ്കിൽ സോപ്പ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്താൽ തന്നെ
അത് മാറിപ്പോകുന്നതാണ്. അപ്പം അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്താവുന്ന ഒരു ചെടിയാണിത്. നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഈ ചെടിയെ കൊണ്ടുപോയി വെക്കാം. നല്ല നല്ല കളറുകൾ, നല്ല നല്ല കളറുകളിൽ നമുക്ക് ഈ ചെടി കിട്ടും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് വീട്ടിൽ മണ്ണിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ നമുക്ക് ഈ ചെടിയെ വളർത്താവുന്നതാണ്. നമ്മളങ്ങനെ പഴയ പൂക്കൾ വെട്ടിക്കളയുന്നതിനോടൊപ്പം തന്നെ ചെടി നന്നായിട്ട് വളർന്നു വരാനുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അതിന് വളങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നിറയെ ആ ഒരു ബ്രാഞ്ചസ് വന്ന് നല്ല രീതിയിൽ വളർന്നു വന്നാലാണ് ആ ബ്രാഞ്ചസിലാണ് നിറയെ പൂക്കൾ വരുന്നത് ഇതിന്. അപ്പം അതുകൊണ്ട് നല്ല നല്ല ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂക്കൾ കട്ട് ചെയ്ത് മാറ്റിയാലും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വളം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നല്ല രീതിയിൽ വളർന്നു വന്ന് നമുക്കിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും ഈ ചെടി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.